എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബികോമിനും BBAക്കും ഒരേപോലെ വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രോബബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് സബ്ജക്റ്റിലെ. ഒരുപാട് കുട്ടികൾ പഠിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്ന ഒരു ഏരിയയാണ് പ്രോബബിലിറ്റി. സാധാരണയായിട്ട് കോറിലേഷൻ, റിഗ്രഷൻ, അതുപോലെ തന്നെ ക്യൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ മൊഡ്യൂൾ ഇതെല്ലാം എല്ലാവരും പഠിച്ചു വെക്കും. എന്നാൽ പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് പ്രോബബിലിറ്റി. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ മൊഡ്യൂളിൽ പഠിക്കേണ്ട എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ഏരിയയും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ആദ്യം തന്നെ പ്രോബബിലിറ്റിയുടെ ഒരു മീനിങ് ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് പഠിച്ചു വെച്ചോളൂ. പ്രോബബിലിറ്റി റെഫേഴ്സ് ടു ചാൻസ്. ആ ചാൻസ് എന്ന പോയിന്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പ്രോബബിലിറ്റിയുടെ അർത്ഥം സാധ്യത അഥവാ ചാൻസ് എന്ന് തന്നെയാണ്. Probability means chance of happening or non happening of an event. ഒരു ഇവന്റ് സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനുമുള്ള ആ ഒരു സാധ്യതയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ, മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന്. അതേപോലെ തന്നെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാൻസ് ഓഫ് ഹാപ്പനിങ്. ഹാപ്പനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭവിക്കുക. ഓർ നോൺ ഹാപ്പനിങ്, സംഭവിക്കാതിരിക്കുക. എൻ ഇവന്റ്, ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനുമുള്ള സാധ്യതയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും പ്രോബബിലിറ്റി എന്താണെന്ന് പഠിച്ചല്ലോ. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാൻസ് ആണ്, ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്. ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി അബൌട്ട് ദ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്. ഒരു കാര്യം സംഭവിക്കുകയോ എന്നതിനെ കുറിച്ചുള്ള ഒരു അൺസർട്ടനിറ്റിയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും നിങ്ങൾ ഓർക്കണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു വൺ ലൈൻ മീനിങ് കിട്ടിയിട്ടുണ്ട്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാൻസ് ഓഫ് ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്. കറക്റ്റ് അല്ലേ? സെറ്റ് അല്ലേ? നിങ്ങൾ അത് പഠിച്ചില്ലേ? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാൻസ് ആണ്, ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്. ഇനി നമുക്ക് പ്രോബബിലിറ്റിയുടെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0യുടെയും 1ന്റെയും ഇടയിലായിരിക്കും. അപ്പൊ അത് പഠിച്ചു. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. അടുത്തതാണ് let S denote the sample space, therefore S is a sure event, then P of S is equal to 1. അപ്പോ ഒന്നാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾ ഇങ്ങനെ എഴുതുക, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. അപ്പൊ 0 and 1 ഓർത്ത് വെക്കുക. രണ്ടാമത്തത് ഇങ്ങനെ എഴുതിക്കോ, P of S is equal to 1. അതായത് P of S എന്ന് പറയുന്നത് 1 ആണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് if A and B are two mutually exclusive events, then P of A union B is equal to P of A plus P of B. അപ്പോ A, B എന്ന് പറയുന്ന രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവന്റ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, P of A union B is equal to P of A plus P of B. ഇത് ഇതേപോലെ തന്നെ പഠിക്കുക പ്രോപ്പർട്ടീസ്. അഥവാ 2 മാർക്കിനൊക്കെ ചോദിച്ചാലോ. ഇനി ഒന്നും അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ പഠിക്കുക. ഒന്ന് 0 and 1 എന്ന് ഓർക്കുക. രണ്ടാമത്തത് P of S is equal to 1 എന്ന് ഓർക്കുക. മൂന്നാമത്തത് P of A union B is equal to P of A plus P of B. അത്രേ ഉള്ളൂ. അടുത്തതാണ് റാൻഡം എക്സ്പെരിമെന്റ്. റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ an experiment that has 2 or more outcome. ഒരു എക്സ്പെരിമെന്റിന് 2 അതിലധികമോ ഔട്ട്കം ഉണ്ടെങ്കിൽ which vary in a unpredictable manner from trial to trial when conducted under uniform condition is called random experiment. ഇപ്പൊ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 or more outcomes ഓർത്ത് വെച്ചാൽ മതി. അടുത്തതാണ് സാമ്പിൾ പോയിന്റ്. Every indecomposable outcome of a random experiment is called sample point. Every indecomposable outcome of a random experiment. റാൻഡം എക്സ്പെരിമെന്റിലെ ഇൻഡീകമ്പോസബിൾ ഔട്ട്കത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് സാമ്പിൾ സ്പേസ്. ഇറ്റ് ഈസ് എ സെറ്റ് കണ്ടെയ്നിങ് ഓൾ ദ സാമ്പിൾ പോയിന്റ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെന്റ്. റാൻഡം എക്സ്പെരിമെന്റിലെ എല്ലാ സാമ്പിൾ പോയിന്റിനെയുമാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അടുത്തത് ട്രയൽ. ട്രയൽ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു പ്രൊഡ്യൂസ് ആൻ ഔട്ട്കം ഓഫ് ദ റാൻഡം എക്സ്പെരിമെന്റ്. ഒരു റാൻഡം എക്സ്പെരിമെന്റിൽ ഔട്ട്കം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ട്രയൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിനെയാണ് ഇവന്റ് എന്ന് പറയുന്നത്.
ഇനി ടൈപ്സ് ഓഫ് ഇവന്റ്സ് ഉണ്ട്, അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് അടിച്ചു പോയിക്കോളൂ. അടുത്തതാണ് ജോയിന്റ് പ്രോബബിലിറ്റി. ജോയിന്റ് പ്രോബബിലിറ്റി മീൻസ് ജോയിന്റ് ഒക്കറൻസ് ഓഫ് 2 or more ഇവന്റ്സ്. ജോയിന്റ് ആ വാക്കിൽ തന്നെയുണ്ട്, രണ്ടോ അതിലധികമോ ഇവന്റ്സ് ജോയിന്റ് ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രോബബിലിറ്റിയെയാണ് ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ജോയിന്റ് പ്രോബബിലിറ്റി മീൻസ് ജോയിന്റ് ഒക്കറൻസ് ഓഫ് 2 or more ഇവന്റ്സ്. രണ്ടോ അതിലധികമോ ഇവന്റ്സ് ഒക്യുർ ചെയ്യുന്നത് ജോയിന്റ് ആയിട്ടാണെങ്കിൽ അതിനെയാണ് ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ലെറ്റ് എ ആൻഡ് ബി ആർ എനി 2 events. The probability of event A is given that the event B has already occurred, or the conditional probability of A given B denoted by P of A bar is. അപ്പോ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതി വെച്ചാൽ മതി. P of A bar B is equal to P of A intersection B divided by P of B. അത് തന്നെയാണ് അതിന്റെ ആൻസർ. നമ്മൾ പ്രോബബിലിറ്റി ആണ് അവിടെ കാണിക്കുന്നത്. അടുത്തതാണ് പെർമ്യൂട്ടേഷൻ. ഇറ്റ് മീൻസ് അറേഞ്ച്മെന്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. ഒരു ഒബ്ജക്റ്റ് അറേഞ്ച് ചെയ്യുന്നതിനെ, ഒരു കൃത്യമായ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ആൻ ഒബ്ജക്ട് വിത്തൗട്ട് കൺസിഡറിങ് ഓർഡർ. ഇപ്പൊ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ്, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യമാണ് തിയറംസ് ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിക്ക് പ്രധാനമായിട്ടും 3 തിയറീസ് ആണുള്ളത്: അഡിഷൻ തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ബേസ് തിയറം. അഡിഷൻ തിയറം തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സിനും നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സിനും ഉണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സിന്റെ അഡിഷൻ തിയറം എന്ന് പറഞ്ഞാൽ ഇഫ് 2 events A and B ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, 2 ഇവന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, എയും ബിയും. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അതിൽ എയോ ബിയോ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് P of A union B is equal to P of A plus P of B. അതാണ് അഡിഷൻ തിയറം. ഒന്നുമില്ല, അഡിഷൻ തിയറം 2 മാർക്കിനൊക്കെ ചോദിച്ചാൽ P of A union B is equal to P of A plus P of B. ഇനി നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെതാണെങ്കിൽ ഇത് ഞാൻ ഓടിച്ചു പോകുന്നത്, ഞാൻ എസ് എ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലുണ്ട് ഇത്, അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സിന്റെ അഡിഷൻ തിയറമാണ് P of A union B is equal to P of A plus P of B minus P of A intersection B. ഇനി മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ തിയറം P of A intersection B is equal to P of A into P of B. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് ഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ P of A intersection B is equal to P of A into P of B bar A. പിന്നെ അതിൽ സെറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക, അധികം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രോബബിലിറ്റിയിൽ പഠിക്കേണ്ടത്, പ്രോബബിലിറ്റിയും അതിന്റെ പ്രോപ്പർട്ടീസും റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്നും തിയറംസ് ഓഫ് പ്രോബബിലിറ്റിയും, ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോബബിലിറ്റിയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. താങ്ക്